ഹലോ ഗൈസ്, അപ്പം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA വോട്ട് ചെയ്യാൻ കുന്നത്തുമേട്ടിലെത്തിയിട്ടുണ്ട്. അതൊരു വലിയ വാർത്തകളൊന്നുമല്ല, പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം, ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്. എനിക്ക് പനിയായതുകൊണ്ട് ഇതിനെ തൊണ്ട ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെയും വീഡിയോ ചെയ്യാൻ. എന്നാലും ഞാൻ 1-2 ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു മതിപ്പുള്ള ഒരു നേതാവായിരുന്നു, ഒരു യുവ നേതാവായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു കോൺഗ്രസ്സുകാരിയോ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയോ ഒരു BJP-കാരിയോ അല്ല. ഞാനൊരു സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നോക്കിക്കാണുന്ന ഒരു സാധാരണ പൗരയാണ്. കാരണം എൻ്റെ വീട്ടിൽ എല്ലാ പാർട്ടികളുണ്ട്. എൻ്റെ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് നേതാവ്, ഒരു സഖാവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ BJP നേതാവുണ്ട്, കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ട്, കമ്മ്യൂണിസ്റ്റ് സഖാവുണ്ട്, സഖാക്കന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഉണ്ട്. അപ്പോൾ എല്ലാ പാർട്ടിക്കാരുമുള്ള ഒരു വീടായതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള പാർട്ടി ചർച്ചകളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, കുഞ്ഞുനാൾ തൊട്ടേ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം എന്താണെന്നും രാഷ്ട്രീയക്കാരെന്താണെന്നും രാഷ്ട്രീയത്തിൻ്റെ അവരുടെയൊക്കെ ഫിലോസഫി എന്താണെന്നും കുറച്ചൊക്കെ എനിക്കറിയാം. അപ്പം ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യം പറയാൻ വരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ ഒരു 2 ആഴ്ച, അതിന് മുമ്പ് ഒരു 3 മാസം മുമ്പായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പം നമ്മൾ ബിഗ് ബോസുമായിട്ട് നടന്നതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ 2 ആഴ്ചയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഒളിവിലായത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതികളാണ്. ഒരു പരാതി ആദ്യം വന്നു. ആ പരാതി ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു വ്യക്തി കൊടുത്തതാണ്. അപ്പോൾ ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക വീഴ്ച നടന്നിട്ടുണ്ട്. പക്ഷെ അവർ റേപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. വിവാഹ വാഗ്ദാനം നൽകി റേപ്പ് ചെയ്തു. അവർ വിവാഹിതയാണ് എന്നുള്ളത് പിന്നീടാണ് നമ്മുടെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയാണ് പുറത്തേക്ക് പറഞ്ഞത്. അത് പറഞ്ഞത് പ്രകാരം അദ്ദേഹം ഇപ്പോഴും അകത്താണ്. ഇന്ന് ദിവസം 12ാമത്തെ ദിവസവും അദ്ദേഹം അകത്ത് കിടക്കുകയാണ്. അപ്പം അതിനുശേഷം അത് കഴിഞ്ഞിട്ട് അത് നിലനിൽക്കത്തില്ല എന്ന് പറയുമ്പോൾ ഗർഭഛിദ്രമായി. ആ ഗർഭഛിദ്രത്തിന്റെ മുനയും ഇന്ന് ഒടിഞ്ഞിട്ടുണ്ട്. ആ ഗർഭഛിദ്രത്തിന്റെ മരുന്ന് വാങ്ങിക്കൊടുത്തത് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ സഹായിയായ ജോബി ജോസഫാണ്. അയാൾ ഇന്ന് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൊടുത്തിട്ടുണ്ട്. ആ മരുന്ന് അവർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വാങ്ങിക്കൊടുത്തത്. അതിന്റെ ചാറ്റും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതും ചീറ്റി. ഗർഭഛിദ്രം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പേരുടെയും ഒരേ കണക്കുള്ള തുല്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അവർക്ക് 2 പേർക്കും അത് തുല്യ തരത്തിലുള്ള ഒഫൻസാണ്. 2 പേരും കുറ്റം ചെയ്തിട്ടുണ്ടാവും. മറ്റേത് ലൈംഗിക വീഴ്ച എന്ന് പറയുന്ന റേപ്പല്ല, ഉഭയകക്ഷി പ്രകാരമാണ് വിവാഹ വാഗ്ദാനം നൽകാൻ അവർ ഒരു വിവാഹിതയായ സ്ത്രീയാണ്. അപ്പോൾ ഈ ഒരു കേസുകൾ തീർച്ചയായിട്ടും സെഷൻസ് കോടതി തന്നെ ജാമ്യം കൊടുക്കേണ്ടതായിരുന്നു. പിന്നീട് ഇങ്ങനെയുള്ള സെൻസേഷണൽ കേസുകൾ, കാരണം ഇത്ര മീഡിയ പ്രാധാന്യം, കാരണം നമ്മുടെ മീഡിയ മാമന്മാരുണ്ടല്ലോ, ഈ മാധ്യമ മാമന്മാർ, മുഖ്യധാര മാധ്യമത്തിലെ മാമന്മാരും മാമിമാരും അയാളെ ഒരു വേട്ടപ്പട്ടിയെ പോലെ കടിച്ചു കീറാനായിട്ട്, വേട്ടപ്പട്ടി ആൾക്കാരെ കടിച്ചു കീറുന്ന ഒരു ആടിനെ അയാളൊരു ഭയങ്കരം ഒരു കുഞ്ഞാടെന്നൊന്നും അല്ല ഞാൻ വിശേഷിപ്പിക്കുന്നത്. എന്നാലും ഒരു പറ്റം ചെന്നായിക്കൾ ഒരു ആട്ടിൻകൂട്ടത്തെ കടിച്ചു കീറാൻ ചെല്ലുന്ന പോലെ എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ചീറി പാഞ്ഞെടുക്കുന്ന ഒരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ച് ദിവസമായിട്ട് കാണുന്നതാണ്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ആദ്യത്തെ ബലാത്സംഗ പരാതി സെഷൻസ് കോടതി നല്ലൊരു ജഡ്ജിയാണ്. അവരത് പരിഗണിക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ അതിൽ ഉറപ്പായിട്ടും ജാമ്യം കിട്ടുമെന്നുള്ളൊരു അവസ്ഥയിൽ വന്നപ്പോഴാണ് രണ്ടാമത്തെ വീണ്ടും ഒരു പീഡന പരാതി, ബലാത്സംഗ പരാതി, കാരണം മറ്റതിൽ ബലാത്സംഗം നടന്നിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പായതുകൊണ്ട് തന്നെ രണ്ടാമതൊരു പരാതിയും കൂടി പെട്ടെന്ന് തന്നെ എവിടുന്നോ ഇല്ല മാനത്ത് നിന്ന് പൊട്ടി വീണാണ് KPCC അധ്യക്ഷന്റെ കയ്യിൽ മെയിൽ ID വരുന്നു. ആ മെയിൽ ID തന്നെ യാതൊരു ജെനുവിനാലിറ്റിയും ഇല്ലാത്ത, ഇപ്പം എൻ്റെ മെയിൽ ID എന്ന് പറഞ്ഞാൽ dvanakayas@gmail.com, അതൊരു നമ്മുടെ പേര് വെച്ചിട്ട് നമ്മളൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് നമ്മുടെ മെയിൽ ID. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെയിൽ ID അല്ലാതെ തന്നെ ഒരു മെയിൽ ID-യിലേക്ക് ഏതോ ഒരു മെയിൽ ID-യിൽ നിന്നൊരു മെയിൽ വന്നു. ആ മെയിലിൽ നമ്മുടെ ഒരു ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള പരാതികൾ, പീഡന പരാതികൾ ഒരു പോലീസിനോ അതേപോലെയുള്ള ബന്ധപ്പെട്ട അധികാരികൾക്കാണ് കൊടുക്കുന്നത്. ഒരു പാർട്ടി നേതാവിനാണോ ഒരു പരാതി കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ആ പാർട്ടി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പാർട്ടി നേതൃസ്ഥാനത്ത് ഇയാളെ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ രീതിയിലാണ് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം, ഒരു മെയിൽ ID ഒരു പരാതി വരുമ്പോൾ അത് DGPക്ക് കൈമാറാൻ ആ പരാതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്കറിയാവുന്ന കാര്യം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതിന് കമൻറ്റ് ബോക്സിൽ ഇടും. അപ്പോൾ ആ ഒരു പരാതി നേരെ KPCC അധ്യക്ഷൻ DGPക്ക് കൈമാറി. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഒരിക്കലും അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്. നമ്മുടെ പാർട്ടി നേതൃത്വത്തിന് ഒരു പരാതി വന്നപ്പോൾ ആ പരാതി എന്താണ്, ആ പരാതി ഞങ്ങൾ പോലീസിന് കൈമാറട്ടെ എന്ന് ഈ പരാതി അയച്ച ആളിനോട് കൺസെന്റ് ചോദിക്കാമായിരുന്നു. അത്രയും ഒരു സാവകാശം തീർച്ചയായിട്ടും നേടാമായിരുന്നു.
അതൊന്നും നേടാതെ പെട്ടെന്ന് തന്നെ അത് DGPക്ക് കൈമാറിക്കൊണ്ട് പിറ്റേന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വെച്ചിരുന്ന കോടതിയിലേക്ക് ആ ഒരു പരാതിയുടെ പ്രകാരം അവർ FIR ഇടുകയും ഇവിടുത്തെ കേരളത്തിലെ പോലീസ് FIR ഇടുകയും ആ FIRന്റെ പകർപ്പ് കൊണ്ടുവന്ന് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ വീണ്ടും ഒരു പരാതി പരിഗണിക്കാനിരിക്കുമ്പോൾ വീണ്ടും ഒരു ബലാത്സംഗ പരാതി വരുമ്പോൾ ആ ജഡ്ജിയുടെ മേലിൽ അതൊരു സ്ട്രെസ്സാണ്. അതൊരു എന്താ പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണം, കാരണം രണ്ടാമതൊരു പരാതിയും കൂടി വന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ആ ജഡ്ജിക്ക് ഒരു കാരണവശാലും ആ ബെയിൽ അംഗീകരിക്കാൻ കൊടുക്കാൻ ഗ്രാന്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. അത് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബെയിൽ കിട്ടിയില്ല. മുൻകൂർ ജാമ്യാപേക്ഷയുമായി പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് 15-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവുമുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ഈ പരാതിയുടെ കാര്യം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പരാതി അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിലും സെഷൻസ് കോടതിയിൽ ഒരു ജാമ്യ ഹർജി കൊടുത്തു. അപ്പോൾ ജാമ്യ ഹർജി കൊടുത്തപ്പോൾ വീണ്ടും ഇവർ എത്രയും പെട്ടെന്ന് മൊഴിയെടുക്കണം. ഇവർ ആദ്യം കൊടുത്ത പരാതിയിൽ നിന്ന് വളരെ വളരെ വൈരുദ്ധ്യമായിട്ടാണ് പോലീസിന് കൊടുത്ത മൊഴി. അപ്പോൾ അതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ 2000 ഇവർ കല്യാണം ആലോചിച്ചു, വിവാഹം വാഗ്ദാനം നൽകിയെന്ന വിവാഹം ആലോചിച്ചെന്നു. അതിനുശേഷം പിന്നീട് എന്താ പറയുക, പിന്നീട് വിവാഹം വീട്ടുകാർ സമ്മതിക്കാഞ്ഞപ്പോൾ പ്രണയത്തിലായെന്നും പിന്നീട് ഇവരെ ഏതോ അറിയാത്ത ഏതോ ഒരു ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയെന്നും ഇവരെ പീഡിപ്പിച്ചെന്നും ആ ലൈംഗിക പീഡനത്തിൽ ഇവർക്ക് ശ്വാസം മുട്ടിയെന്നും ഈ മൊഴികൾ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള മൊഴികളൊക്കെ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? ഒരു അതിജീവിത അല്ലെ ഒരു വിക്ടിം, ഒരു ഇര, ഒരു വേട്ടയാടപ്പെട്ട ഒരു വ്യക്തി കൊടുക്കുന്ന മൊഴി എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടുന്നത്? അങ്ങനെ ചോർന്ന് കിട്ടുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാവുക? അതെനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത് എത്രയും പെട്ടെന്ന് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. ഈ മാധ്യമങ്ങൾക്കെതിരേക്ക് എന്തുകൊണ്ടാണ് കോടതികൾ നടപടികൾ എടുക്കാത്തതെന്ന് ഞാൻ എപ്പോഴും സംശയിക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു അതിജീവിതം അവർ വളരെ രഹസ്യമായിട്ട് കൊടുക്കുന്ന മൊഴിയാണ്. ഈ മൊഴികളൊക്കെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം ഇവർ പ്രണയത്തിലാകുന്നു. ആ പ്രണയത്തിന് ശേഷം ഇയാളുമായിട്ട് വിവാഹത്തിനെ കുറിച്ച് ഇയാളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവർ വരികയും ഇവരെ ദൂരെയുള്ള ഒരു ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോവുകയും ആ കൊണ്ടുപോയ ആളിൻ്റെ പേരുമുണ്ട്. ആ കൊണ്ടുപോയി അവിടെ വെച്ച് ഇവരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യും. ആ ബലാത്സംഗത്തിനിടയിൽ അവർക്ക് ശ്വാസം മുട്ടലിൻ്റെ മരുന്ന് അവർ കഴിക്കുകയും ആ കഴിക്കുന്നതിനിടയിലും ബലാത്സംഗം ചെയ്യും. അവർ ശരീരത്തിൽ ക്രൂരമായ മുറിവുകൾ ഏൽപ്പിച്ചെന്നും പിന്നീട് അവരെ തിരിച്ചു കൊണ്ടുവിട്ടെന്നും അതിനുശേഷം വീണ്ടും അവരാ സൗഹൃദം സ്ഥാപിച്ചെന്നും. ഇതൊക്കെ എന്ത് വൈരുദ്ധ്യമാണ്, ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇത് നമ്മൾ കേൾക്കുന്ന നമുക്കാണോ വട്ട്, ഈ പറയുന്ന അവർക്കാണോ വട്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഈ സ്റ്റോറി, ഈ തിരക്കഥ ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണ് ഭ്രാന്ത്, അതോ കേട്ടിരിക്കുന്ന നമ്മൾക്കാണ് ഭ്രാന്ത്, അതോ ഇതൊക്കെ പുറത്തേക്ക് വിടുന്ന മാധ്യമങ്ങൾക്കാണ് ഭ്രാന്ത്? എനിക്ക് സംശയമാണ്, സാധാരണ ഒരു പൗരന്റെ സംശയമാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് വീണ്ടും ഈ സൗഹൃദം സ്ഥാപിച്ച് 2023 നടന്ന സംഭവമാണ്. പിന്നീട് 2025 മാർച്ച് വരെയും വീണ്ടും ഒരു പ്രണയമായിരുന്നു. അതിനുശേഷം വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. പനി മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നീട് വിവാഹത്തിൽ നിന്ന് ഒഴിവായി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പീഡന പരാതി. അപ്പോൾ എന്താണിത്? ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ഇതൊരു ഭയങ്കര സ്റ്റോറി, ഇതൊരു തിരക്കഥയുടെ ഭാഗമായിട്ട് ഒരു മനുഷ്യന്, ഒരു വ്യക്തിയെ തകർക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് നമ്മളിവിടെ, എക്സാമ്പിളാണ് നമ്മളിവിടെ കാണുന്നത്. വളരെ വളരെ ക്രൂഷ്യലായിട്ടൊരു എക്സാമ്പിളാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ. നമ്മളൊരാളിനെ തകർക്കാൻ അവരെ, പ്രത്യേകിച്ചും ഇതേപോലുള്ള രാഷ്ട്രീയക്കാരെ, പ്രത്യേകിച്ച് കോൺഗ്രസ് തകർക്കാനായിട്ട് ഇപ്പുറത്തുനിന്ന് എതിർഭാഗം കൊടുക്കുന്ന ഒരു അമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് വിഷയമാണ്. ഇത് നമ്മൾ പണ്ട് തൊട്ടേ കാണുന്ന കാര്യമാണ്. സൂര്യനെല്ലി തൊട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ സരിതയുടെ കേസ് വന്നാൽ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ മാത്രമല്ല ഇവിടുത്തെ നേതാക്കന്മാർ, ഇനി കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വരാം. ഈ കോൺഗ്രസ് ഇത് കേട്ട ഉടനെ എടുത്തു ചാടി കോൺഗ്രസ് ഈ രണ്ടാമത്തെ പരാതി അങ്ങോട്ട് ചെന്ന് FIR ഇട്ടു, അവരുടെ ജാമ്യം അങ്ങോട്ട് നിഷേധിച്ചു എന്ന് കണ്ടപ്പോഴത്തേക്ക് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം, ഇങ്ങനെ കുറച്ച് ഏജ്ഡ്, കുറച്ച് പ്രായമുള്ള കുറെ ആൾക്കാർ മാത്രം കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു എന്താ പറയണില്ല നാട്ടുരാജ്യമുണ്ടല്ലോ, ഈ ആദിവാസി അല്ലെങ്കിൽ ഈ നാട്ടുഗ്രാമം ഉണ്ടല്ലോ, ഈ ഗ്രാമത്തിലെ തലവന്മാർ, അങ്ങനെ കുറച്ച് നാട്ടുഗ്രാമത്തിലെ തലവന്മാരെല്ലാം ചേർന്നിരുന്ന് കൂടിയാലോചന നടത്തി അവരൊരാളിനെ അങ്ങ് പുറത്താക്കുകയാണ്. അതിന് പ്രവർത്തകരുടെ ഇത് വേണ്ട, കൺസെന്റ് വേണ്ട, പ്രവർത്തകരുടെ ആഗ്രഹം, പ്രവർത്തകർക്ക് എന്താണെന്ന് അറിയാനുള്ള ഇത് വേണ്ട. പിന്നെ അതുപോലെ ഇതിന്റെ എന്താണ്, ഇതൊരു കള്ളക്കേസാണോ, ഇതൊരു കേസാണോ എന്ന് അറിയണ്ട. ഇതൊരു ആരോപണം, ഈ ഒരു ആരോപണം ആർക്കെതിരെ നാളെ ആർക്ക് വേണ്ടിയും വരാം. കാരണം ഇവരത് അനുഭവിച്ചതാണ്, ഈ കോൺഗ്രസ് നേതാക്കന്മാർ അത് അനുഭവിച്ചതാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരി, ഒരു കമ്മ്യൂണിസ്റ്റുകാരി, ഒരു BJP കാരി
ആയിട്ടില്ല, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയും മെമ്പർ ആയിട്ടില്ല. അപ്പം എനിക്ക് പറയാനുള്ള ഒരു സാധാരണ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനിത് സംസാരിക്കുകയാണ്. ഞാനൊരു അഡ്വക്കേറ്റും കൂടിയാണ്. അപ്പോൾ ഇവര് പിന്നെ അതേപോലെ തന്നെ ഇവര് ആദ്യം തന്നെ സരിതയുടെ കേസിൽ KC വേണുഗോപാൽ അടക്കം എത്ര നേതാക്കന്മാരുടെ പേരുകളാണ് സരിത പറഞ്ഞത്. അവരുടെ ലെറ്ററിലുണ്ടത്. ഷൈബി ഈഡൻ, KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, ഇങ്ങനെ കാണേണ്ട ഈ സകലമാന ഇവിടുത്തെ ഇന്ന് കാണുന്ന മിക്കവാറും എല്ലാ നേതാക്കന്മാരുടെയും പേര് സരിത S. നായർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ എന്തുകൊണ്ടാണ് പാർട്ടി ഈ നേതാക്കന്മാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത്? അങ്ങനെ നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ കോൺഗ്രസിൽ ഈ നേതാക്കന്മാരൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെ? അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഇപ്പുറത്തെ പാർട്ടിയെ നോക്ക്, CPM പോലുള്ള ഒരു പാർട്ടിയെ നോക്ക്, അവർക്ക് എന്ത് ആരോപണമാണ്? എനിക്കറിയാം, ഒരുപാട് ആൾക്കാരെ എൻ്റെ അടുത്ത് കേസിന് വന്നിട്ടുണ്ട്. BJPയിലുള്ള നേതാക്കന്മാര് പിന്നെ അവരുടെ ഭാര്യയായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി എൻ്റെ മുന്നിൽ കേസിന് വന്നിട്ടുണ്ട്. ആ വ്യക്തിയുടെ ചാറ്റും കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പൊ എല്ലാ പാർട്ടികളിലും ഉണ്ട്. അവരുടെ ചാറ്റല്ല, ആ വ്യക്തി എന്നോട് അവരുടെ വൈഫുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും അത് സേഫായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഈ എല്ലാ പാർട്ടികളിലുമുണ്ട് ഇതുപോലുള്ള ആൾക്കാർ. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് അവരത് വെച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളില്ല. അവരുടെയൊക്കെ കൺസെന്റ്, പരസ്പരമുള്ള അവരുടെ കൺസെന്റിൽ ആരുമായിട്ടും ബന്ധപ്പെടാം. ഇവിടെ എന്താണ്, CPM പീഡനങ്ങൾ വന്നു, അവരുടെ മനുഷ്യന്മാർ, അവരുടെ കൂടെയുള്ള പാർട്ടിക്കാരെ ഏത് തരത്തിലും അവർ സംരക്ഷിക്കുന്നുണ്ട്. നമുക്കൊരു ദൗർബല്യമുണ്ടെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ, എല്ലാം മനുഷ്യനല്ലേ, നമ്മൾ ആരും പിന്നെ എന്താ പറഞ്ഞ അച്ഛന്മാരും പുരോഹിതന്മാർ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര മഹാത്മാഗാന്ധികളോ നമ്മൾ മദർ തെരേസകളൊന്നും അല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും പാളിച്ചകൾ ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും പല സമയത്ത് ഇമോഷൻസ് ബ്രേക്ക് ഉണ്ടാവും. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ദൗർബല്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് ആ ദൗർബല്യങ്ങൾ, ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരു പാർട്ടിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ പാർട്ടിയിൽ നിൽക്കുന്നതിൽ എന്താണ് പ്രയോജനം? അപ്പം അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയ പാർട്ടിയിൽ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പോകാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. അയാൾക്ക് ദൗർബല്യമുണ്ടെങ്കിൽ അതിനെ അയാൾ മാറ്റിക്കോളും. പിന്നെ അയാൾ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കോടതി ശിക്ഷിക്കട്ടെ, അല്ലെങ്കിൽ അയാളെ കോടതി ശിക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പീഡനത്തിൽ ആരെങ്കിലും അയാൾ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ ക്രൂരമായിട്ടൊരു പീഡിപ്പിക്കുന്ന, അയാളൊരു ലൈംഗിക വൈകൃതക്കാരനാണെങ്കിൽ അയാളെ തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള ശിക്ഷയും ചികിത്സയും കൊടുക്കട്ടെ. പക്ഷേ അത് തെളിയിക്കാത്ത കാലത്തോളം നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ളൊരു കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും അയാളെ ഒരു ചങ്കൂറ്റത്തോട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന, പിന്നെ മൂർച്ചയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ള നാവുമായിട്ട് നിൽക്കുന്ന ഇന്നത്തെ ഒരു സമൂഹത്തിന് വേണ്ടുന്ന ഒരു യുവ നേതാവിനെ ഇത്രമാത്രം ജനങ്ങൾ ഇത്രമാത്രം മാധ്യമങ്ങളും പോലീസും സർക്കാരും പിച്ച് ചീന്തുമ്പോൾ അയാളെ കൂടെ ചേർത്ത് നിർത്താതെ അയാളെ അടിച്ച് പുറത്ത് കളയുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ അയാൾ പുറത്തു പോകുന്നത് തന്നെയാണ് നല്ലത്. അയാൾ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുക, അയാളുമായിട്ട് സഹകരിച്ച് പോകാൻ കഴിയുന്ന കുറച്ച് KSUക്കാർ പിള്ളേർ, ഇന്നിപ്പോൾ തന്നെ കുറച്ച് KSUക്കാർ, യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ കൊടുക്കുന്ന ആൾക്കാർ, അപ്പോൾ അയാളെ ഇഷ്ടപ്പെടുന്ന, അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അയാളുടെ ചുറ്റിനുമുണ്ട്. അപ്പം നമ്മളും ഒക്കെ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരെ. കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓപ്പണായിട്ട് പറയുകയാണ്. കാരണം ഒരാളിനെ വേട്ടയാടുമ്പോൾ ഇങ്ങനെ വേട്ടയാടുമ്പോൾ നമുക്ക് അയാളോട് എന്തോ അറ്റാച്ച്മെന്റ് തോന്നുകയാണ്. കാരണം ഒരു മനുഷ്യനെ എന്തിനാണ് വേട്ടയാടുന്നത്? ഇങ്ങനെ അയാൾക്ക് ഇതൊരു ദൗർബല്യമുണ്ടെങ്കിൽ, അയാൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ പീഡിപ്പിക്കുന്നതിന് അയാൾ ശിക്ഷിക്കട്ടെ. ഇത് പരസ്പരം ഒരു പെണ്ണിനോട് ഒരാണിന് സ്നേഹം തോന്നാം, അവർ പരസ്പരം സമ്മതത്തോടു കൂടി അവർ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെട്ടിട്ട് പിന്നെ നാളെ അവർ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഏതൊരു പുരുഷനും നാളെ സംഭവിക്കാം, അല്ലെ? ഞാൻ നാളെ ചെന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ പീഡിപ്പിച്ചു, നാളെ ഞാൻ ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ വേറൊരു നേതാവ് പോട്ടെ, ഇവിടുത്തെ സർക്കാരിലെ ഏതെങ്കിലും ഒരു നേതാവുമായിട്ട് ഫേസ്ബുക്കിലോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിലോ ചെന്ന് പരിചയപ്പെട്ട് ഞാൻ ഇന്ന ആളാണ്, അത്യാവശ്യം എനിക്ക് തൊലിവെളുപ്പൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര സൗന്ദര്യം കാണിച്ചിട്ട് ഞാൻ അയാളൊരു 10 പ്രാവശ്യം നിന്ന് ചാറ്റ് ചെയ്ത് അയാളെ എന്നിലേക്ക് അടുപ്പിച്ചിട്ട് ഞാൻ അയാളെ വിളിക്കുന്നിടത്ത് ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ, അയാൾ എന്നെ ബലാത്സംഗം വെച്ച് പീഡിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ അയാളെ കൂടെ കിടന്നിട്ട് നാളെ അയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ചെവി കുറ്റി അടിച്ചു പൊട്ടിക്കണം. അതാണ് ചെയ്യേണ്ടത്. കാരണം വല്ലോടത്തും ഇരുന്ന ഒരു മനുഷ്യനെ, വല്ലയിടത്തും അവനവൻ്റെ ജോലി ചെയ്തുകൊണ്ട് പോയ ഒരു മനുഷ്യനെ അവനെ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടുത്തി. അപ്പോൾ ചോദിക്കാം, അയാളൊരു ജനപ്രതിനിധിയല്ലേ, അവരുടെ കുടുംബകാര്യങ്ങൾ പറയാൻ ഏതോ നാട്ടിലുള്ള ഒരു MLA ആണോ വിളിക്കുന്നത്? പാലക്കാട് MLA എന്തിനാണ് തിരുവനന്തപുരത്ത് കിടക്കുന്ന ആൾക്കാർ കുടുംബ പ്രശ്നത്തിന് വിളിക്കുന്നത്? എന്നെ ഒരുപാട് ആൾക്കാരും
എൻ്റെ ഗൂഗിളിൽ എൻ്റെ നമ്പറും എൻ്റെ പ്രൊഫൈൽ ID കിടക്കുന്നുണ്ട്. എന്നെ ഒരുപാട് ആൾക്കാർ പല പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുന്ന, അമേരിക്കയിൽ നിന്ന് വിളിക്കാറുണ്ട്, ദുബായിൽ നിന്ന് വിളിക്കാറുണ്ട്, എല്ലാം വിളിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മളെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു വീട്ടിലൊരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഭാര്യ ഭർത്താവിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് വിളിക്കുന്നത് നിയമജ്ഞരെയാണ്. അല്ല, വേണ്ട, ബന്ധുക്കളെ ആയിരിക്കണം, മാതാപിതാക്കളെ വിളിക്കാം, സ്വന്തം സുഹൃത്തുക്കളെ വിളിക്കാം. ഇത് ഈ ഒരു MLA വിളിച്ചിട്ട് അതിനെ സോൾവ് ചെയ്യാൻ ചെന്ന MLA ഇവരെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് മാധ്യമങ്ങൾ ഇങ്ങനെ വളച്ചൊടിച്ച് ചെയ്ത് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഈ മാധ്യമങ്ങളോട് പുച്ഛമാണ്. ഞാൻ കുറച്ച് ബഹുമാനിക്കുന്ന, ഭയങ്കര റെസ്പെക്ട്, ഒരു ജേർണലിസ്റ്റ് ആവണമെന്ന് പണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ LLB ഈ പോണതിന് മുമ്പ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ജേർണലിസ്റ്റ്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എന്തുമാത്രം അവർക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി ഒരു വ്യക്തി എന്തുമാത്രം വലിച്ചു കീറാമോ, ഒരു വ്യക്തിയുടെ ജീവിതം എത്രമാത്രം തകർക്കാമോ, ആ ഒരു അവസ്ഥയിലേക്ക് മാധ്യമ സുഹൃത്തുക്കൾ പോകുന്നു എന്ന് കാണുമ്പോൾ ഇവരെ മാധ്യമ മാമന്മാർ എന്ന് മാത്രമേ എനിക്ക് സംബോധന ചെയ്യാൻ പറ്റൂ. കാരണം ഞാൻ അത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ഈ ജേർണലിസ്റ്റുകൾ. പക്ഷേ ഇപ്പോൾ അവരെയൊന്നും നമുക്ക് 1% പോലും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നാളെ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഊതി വീർപ്പിച്ച് നമ്മളെ വളരെ മോശമാക്കി, അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരെ മോശമാക്കി സംസാരിക്കുമ്പോൾ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നമ്മൾ ആത്മഹത്യ ചെയ്ത ഇവർക്ക് എന്താണ്, അല്ലേ? അവർക്കൊന്നുമില്ല. ഇപ്പം രാഹുൽ മാങ്കൂട്ടൻ എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്താലോ അല്ലെങ്കിൽ ജീവിച്ചാലോ മരിച്ചാലോ ഈ മാധ്യമ മാമന്മാർക്കൊന്നുമില്ല. അവർ അപ്പുറത്തോട്ട് മാറി വെച്ചിരിക്കും, അവർക്കത് മതിയായിരുന്നു വിചാരിക്കും. അയാളെ നഷ്ടപ്പെടുന്ന അയാളുടെ കുടുംബത്തിനാണ്, അയാളുടെ അമ്മയ്ക്കാണ്, അയാളുടെ സഹോദരങ്ങൾക്കാണ്, അല്ലേ? നമ്മൾ ഇതേ കണക്കുള്ള കേസുകൾ, ഇഷ്ടംപോലെ കേസുകൾ കേരളത്തിൽ പണ്ട് തൊട്ടേ, സൂര്യനെല്ലി, നമ്മളൊക്കെ കുഞ്ഞുനാളിൽ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ, സൂര്യനെല്ലി തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ്, അല്ലേ? ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ടേ കേൾക്കുന്നതാണ്, സൂര്യനെല്ലി തൊട്ടുള്ള കേസുകൾ കേൾക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ എന്തിനാണ് ഒരു പീഡന പരാതി കിട്ടുമ്പോൾ ഒരാളിനെ ഇത്രമാത്രം അയാളെ ലൈംഗിക വൈകൃത തൊഴിലാളിയാക്കി മാറ്റിക്കളഞ്ഞ്? അതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് തീർച്ചയായിട്ടും ആ വീഡിയോ ഇടണമെന്ന് പറഞ്ഞത്. കാരണം ശശി, നമ്മുടെ ശശീന്ദ്രൻ, അതുപോലെ തന്നെ പഴയ ജോസ് തെറ്റയിൽ, അതുപോലെ തന്നെ എന്താ പറയുക, മുകേഷ്, ഇനിയും ഉണ്ടോ കണക്കുകൾ? പിന്നെ പുതിയൊരു പരാതി വന്നു, പുതിയ നമ്മുടെ ഇടത് സഹയാത്രികനായ ഒരു MLA പരാതി ഒരു ചലച്ചിത്ര പ്രവർത്തക കൊടുത്തത് കൂടി വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അതൊക്കെ 12-13 ദിവസമായിട്ട് പൂർത്തി വെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് ഇവരുമായിട്ട് ഈ ഇടതുപക്ഷ സഹയാത്രികരായിട്ട് കൂടെ നടക്കുന്ന വേടനെ പോലുള്ള ആൾക്കാർ, ഇവരൊക്കെ കൊടുത്ത പരാതികളൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടില്ലേ? അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരുപാട് അടുപ്പമുള്ള എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ? നിങ്ങൾ പോലും അറിയാത്ത, പുറത്തേക്ക് പറയാൻ കഴിയാത്ത ഒരുപാട് ലേഡീസ്, ഒരുപാട് സ്ത്രീകൾ ഇന്നും ഒരുപാട് പീഡനം, അല്ലെങ്കിൽ അവരോടുള്ള വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം പറയാൻ കഴിയാതെ പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെയൊക്കെ എനിക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ആരും വലിയ പുണ്യവാളന്മാരൊന്നും ആവണ്ട. ആരും പുണ്യവാളന്മാരല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇതുപോലുള്ള ദൗർബല്യമുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ പാർട്ടികൾ അവരുടെ ആ ദൗർബല്യത്തെ മറികടക്കാൻ വേണ്ടി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഉപദേശിച്ച് മാറ്റും. അല്ലാണ്ട് കോൺഗ്രസ് പാർട്ടിയെ പോലെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് പുറകിലൊരു ചവിട്ടം കൂടി കുറച്ചിട്ട് നീ പോയി പണി നോക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കൂടെ നിൽക്കാൻ ഒരു രാഷ്ട്രീയക്കാരും പ്രവർത്തകരുണ്ടാവില്ല. കാരണം സാധാരണ പ്രവർത്തകരാണ് നിങ്ങളെയൊക്കെ വലിയ നേതാക്കന്മാരാക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കിയാൽ നമ്മുടെ ശ്രീ VD സതീശനും, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയണേ, K കരുണാകരൻ സാറിൻ്റെ മോൻ്റെ പേരെന്തുവാ, മുരളീധരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഞാനുമൊക്കെ പണ്ട് കുഞ്ഞുനാൾ തൊട്ട് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് സഖാവായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ഒരു പാർട്ടിയിലേക്ക് പോകാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇഷ്ടമാണ്, സംസാരിക്കാനും എടുക്കാനും എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു വീഡിയോസ് ചെയ്യണമെന്ന് കുറേ ദിവസമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു എന്താ പറയുക, മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ നിന്ന് അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും അവിടെ ഒബ്ജക്ഷൻ കൊടുക്കും. വീണ്ടും എന്തായാലും ഹൈക്കോടതി ഈ ഹർജി കൊടുത്തു വെച്ചാൽ തള്ളത്തേ ഉള്ളൂ. കാരണം അതിനകത്ത് യാതൊരു കാര്യങ്ങളുമില്ല. പിന്നെ അതുപോലെ തന്നെ 15-ാം തീയതി രാഹുലിൻ്റെ മുൻകൂർ ജാമ്യത്തിൻ്റെ പരിഗണിക്കുകയാണ്. അപ്പോൾ എന്തായാലും ജാമ്യം കിട്ടും എന്നുള്ളത് തന്നെയാണ്. 90% ജാമ്യം കിട്ടും. ഇല്ലെങ്കിൽ അവരെ അകത്താക്കട്ടെ, ധൈര്യമായിട്ട് അകത്ത് പോയി കിടക്കുക. പുറത്ത് നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ നിങ്ങളെ കാത്ത് ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്. കാരണം നിങ്ങളെ